ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ സൗത്ത് ഓസ്ട്രേലിയയിൽ എത്തിയിട്ട് നമ്മുടെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ അത്. നമ്മൾ പോകുന്ന വഴിയിൽ സ്ഥിരം കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അത് മാത്രമല്ല, നമ്മൾ അവിടെ നിർത്തിയിട്ട് ഫോട്ടോസും എടുത്തു. നല്ല ഫോട്ടോസ് കിട്ടി കേട്ടോ. നമ്മൾ നേരെ പോകുന്നത് റോബ് ബീച്ചിലേക്കാണേ. അതിമനോഹരമായിട്ടുള്ള ബീച്ചാണ് കേട്ടോ. പക്ഷെ അവിടെ എത്തിയിട്ട് ഒരു കാര്യം ഉണ്ടായി, അത് ഞാൻ പറയാം. ഈ ബീച്ചിലേക്ക് പോകുന്ന വഴി ഒരു ഹിസ്റ്റോറിക്കൽ സൈറ്റ് ഉണ്ട് കേട്ടോ. ഇത് 18th സെഞ്ച്വറിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ തടവ് പുള്ളികളുടെ ചാടിപ്പോക്ക് കാരണം അധികകാലം ഇത് പ്രവർത്തിച്ചില്ല കേട്ടോ. വൈകാതെ തന്നെ ഇത് അടച്ചു പൂട്ടേണ്ടി വന്നു. ഈ ഓസ്ട്രേലിയയിൽ വന്നപ്പോൾ തൊട്ട് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, അവിടെ പാമ്പുണ്ടോ, നിങ്ങൾ പാമ്പിനെ കണ്ടിട്ടുണ്ടോ എന്ന്. അങ്ങനെ 2 വർഷത്തിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് ഒരു പാമ്പിനെ കണ്ടു കേട്ടോ. അതും ഉഗ്രൻ വിഷമുള്ള ഐറ്റാണേ. എല്ലാവരും പേടിച്ച് ഓടിപ്പോയിട്ടോ. പക്ഷേ എനിക്ക് ഓടിപ്പോകാൻ പറ്റില്ല. എനിക്ക് നിങ്ങളെ കാണിക്കണ്ടേ, ഞാൻ ധൈര്യം സംഭരിച്ച് ഞാൻ എടുത്ത വീഡിയോ. പക്ഷേ ഈ റോബ് ബീച്ചിൻ്റെ ഭംഗി കണ്ടപ്പോൾ അതൊക്കെ മറന്നു പോയിട്ടോ. എനിക്ക് ഓർമ്മ വരുന്നത് പല ഫിലിം സോങ്സിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് സീനുകളാണ് കേട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ അല്ലേ കാണാൻ. അതവിടെ നിൽക്കട്ടെ, ഇനി നമുക്ക് കുറച്ച് സേഫ്റ്റി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ ഈ ബീച്ചിൽ സ്നേക്സ് ഉണ്ടാവും എന്നുള്ളത്. മാത്രമല്ല, ഇവർ ബോർഡ് വെച്ചിട്ടില്ല. സാധാരണ സ്നേക്ക് ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ ഇവർ ബോർഡ് വെക്കാറുണ്ട്, കെയർഫുൾ ആവാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനെയുള്ള ബീച്ചുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് മക്കളെയും കൊണ്ട് വരുമ്പോൾ. സ്നേക്കിനെ കണ്ടത് നമ്മൾ നടക്കുന്ന വഴിയുടെ തൊട്ടരികിൽ തന്നെയാട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.